വൻ ദുരന്തം. ജീവൻ രക്ഷിച്ചുകൊണ്ട് തരംഗമായിരിക്കുകയാണ് ഈ വാപ്പയും മകനും. രാജ്യം നടുങ്ങിയ ഡൽഹിയിലെ ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ തീപിടുത്തത്തിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തരംഗമായിരിക്കുകയാണ് ഈ വാപ്പയും മകനും. തീപിടുത്തമുണ്ടായ ഹോട്ടലിന്റെ സമീപത്ത് കിടക്കക്കട നടത്തുകയായിരുന്നു ഈ വാപ്പയും മകനും. ഹോട്ടലിലെ തീപിടുത്തം കണ്ടപ്പോൾ ഇവർ ഒട്ടും അമാന്തിച്ചില്ല. സ്വന്തം കടയിലെ കിടക്കകളെല്ലാം എടുത്തുകൊണ്ട് ആ ഹോട്ടലിന്റെ അടിയിൽ കൊണ്ട് വിരിച്ചു വെച്ചുകൊണ്ട് ധൈര്യസമേതം അവരോട് ചാടാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തരംഗമാവുകയാണ് ഈ വാപ്പയും മകനും. ഇവരോട് മീഡിയക്കാർ ചോദിച്ചു, നിങ്ങളുടെ കടയിലെ ഈ കിടക്കകളെല്ലാം നിങ്ങൾ എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് വൻ നഷ്ടമുണ്ടാവില്ലേ? മീഡിയക്കാർ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: അള്ളാഹു മുൻകൂട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആപത്തിൽ പെടുന്നവനെ രക്ഷിക്കണമെന്ന്. ആ കർത്തവ്യം മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്തുള്ളൂ എന്ന് സിമ്പിളായിട്ടാണ് ഇവർ പറയുന്നത്. ഇത്രയും ആളുകളുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റ് പോലും ഇവരുടെ മുഖഭാവത്തിൽ വരുന്നില്ല. ഇവർ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനും ഒരാളെ കൊല്ലാനും കഴിയില്ല, അതുപോലെ ഒരാളെ രക്ഷിക്കാതിരിക്കുവാനും കഴിയില്ല. ഇത് അള്ളാഹുവിൻ്റെ വാക്കുകൾ മുഹമ്മദ് നബിയുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്ന സത്യമാണ്. ഇത് 100% പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം സമുദായം. അതുകൊണ്ട് മാത്രമാണ് ലോകത്ത് പാവപ്പെട്ടവനെ സഹായിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ ചര്യ അനുസരിക്കാതെ പണത്തിനും സുഖത്തിനും വേണ്ടി ചില മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന തെറ്റിനെ ഒരിക്കലും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാനെയും കുറ്റപ്പെടുത്താൻ പാടില്ല. പണത്തിനും സുഖത്തിനും വേണ്ടി ഇസ്ലാം നാമധാരികൾ ചെയ്യുന്ന തെറ്റ് യഥാർത്ഥ ഇസ്ലാം മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ തലയിലും കെട്ടിവെക്കാൻ വരരുത്. കാരണം ഇസ്ലാം മതം വളരെ ശക്തമായി പറയുന്നു, നന്മയിലൂടെ മാത്രമാണ് നിന്റെ സഞ്ചാരം. നിങ്ങളിൽ ആരെങ്കിലും തിന്മ ചെയ്താൽ പിന്നെ ഇസ്ലാം മതം ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്താണ് ശക്തമായി പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മതം വളരെ ശക്തമായി പറയുന്നു, ഇസ്ലാം മതത്തിന്റെ ചര്യകൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾ ഇസ്ലാം ആകുന്നുള്ളൂ. അല്ലെങ്കിൽ 100% നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസിയല്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ നാമമുണ്ടാവും, പക്ഷേ നിങ്ങൾ ഇസ്ലാം മത വിശ്വാസി അല്ല, നിങ്ങളൊരു മുസ്ലിം അല്ല. അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാം മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന തെറ്റുകൾ ഇസ്ലാം മതം അവരെ നീചരായി തള്ളിക്കളയും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. തൻ്റെ ശരീരത്തിന് തൻ്റെ മലദ്വാരത്തിന്റെ മണമുണ്ടാവും. ഇത്രയും ദുർഗന്ധം പേർന്ന നാറി തിരുവനന്തപുരം കാട്ടാക്കട ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ ഒരു പാവം പിടിച്ച ദളിതയായ യുവതിക്ക് ജാതി അഭിഷേകം. ഇതേ സ്കൂളിൽ വെഹിക്കിൾ കോർഡിനേറ്ററായ അഭിലാഷ് എന്ന ഇയാളാണ് ദളിതയായ ആ സ്ത്രീയുടെ മനസ്സിനെ വേദനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചത്. എന്താണെന്നല്ലേ, ഈ പാവം പിടിച്ച ദളിതയായ സ്ത്രീ ഈ സരസ്വതി വിദ്യാലയത്തിലെ ബസ്സിലെ ആയയാണ്. ഈ സ്ത്രീയെ കോർഡിനേറ്റ് ചെയ്തത് ഇയാളാണ്. തുടർന്ന് 4 ദിവസം ബസ്സിൽ ആയയായി ജോലി ചെയ്ത ഈ സ്ത്രീയെ പെട്ടെന്നൊരു ദിവസം അഭിലാഷ് വിളിച്ചുകൊണ്ട്, നിങ്ങൾ ജോലിയിൽ നിന്ന് പോകുക, കാരണം നിങ്ങളുടെ മേല് നാറ്റമുണ്ട്, നിങ്ങൾ ദളിതന്മാരല്ലേ, നിങ്ങളുടെ നാറ്റം മറ്റു കുട്ടികൾക്ക് അസൗകര്യമാകും, അതുമാത്രമല്ല അവരുടെ മാതാപിതാക്കൾ കംപ്ലൈൻറ്റും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവം പിടിച്ച ദളിതയായ സ്ത്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. ദളിതന്മാർക്ക് പ്രത്യേക മണമുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. തനിക്കെങ്ങനെ കിട്ടിയടാ നാറി അഭിലാഷേ? തനിക്കെന്താ അവരെ പോയി മണക്കലാണോ പണി? എന്നാൽ ഞാൻ പറയാം, തൻ്റെ വായ ഒന്ന് തുറന്നു നോക്കൂ, അതിഭയങ്കര സ്മെല്ലുണ്ടാവും. തന്നെ കണ്ടാൽ തന്നെ അറിയാം. അതുമാത്രമല്ല മാരകമായ രോഗാണുക്കളും ഉണ്ടാവും തൻ്റെ വായിൽ. അതുപോട്ടെ, തൻ്റെ മുഖം കാണുമ്പോൾ തൻ്റെ ശരീരത്തിന് തൻ്റെ മലദ്വാരത്തിൻ്റെ മണമുണ്ടാവും. ഇത്രയും ദുർഗന്ധം പേർന്ന നാറി താനാണോ ഈ പാവം പിടിച്ച സ്ത്രീക്ക് നാറ്റം ഉണ്ടെന്ന് പറയുന്നത്? അഭിലാഷ് എന്ന പരനാറി, ഇത് 21ാം നൂറ്റാണ്ടാണ്. ഇവിടെ നല്ല മണമുള്ള സുഗന്ധമുള്ള അത്തറുകളും സ്പ്രേയും സോപ്പുകളും കിട്ടുന്ന കാലമാണ്. ഇതൊന്നും തനിക്കറിയില്ലേ? അതൊന്നും തൻ്റെ മണ്ടയിൽ കയറില്ലേ? എല്ലാവരും മനുഷ്യരാണ്. എല്ലാ മനുഷ്യൻ്റെ ശരീരവും നാറും. അതിൽ പ്രത്യേകിച്ച് ഈ സമുദായത്തിന് മാത്രമേ നാറ്റമുള്ളൂ എന്ന് പറയുന്ന തന്നെ പോലെയുള്ള നാറികളെ പെരുവഴിയിൽ വെച്ച് പബ്ലിക് കക്കൂസിലെ മാലിന്യമെടുത്ത് തലവഴി ഒഴിക്കണം. പിന്നെ തൻ്റെ മരണം വരെ ആ സ്മെല്ല് തന്നെ വിട്ട് പോകില്ല.